ഇറങ്ങി വാ ഇങ്ങോട്ട്. പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? ആരാ മാഡം? ഓ, ആരാന്നറിഞ്ഞാലേ നീ വരുവുള്ളോ? ഇറങ്ങി വാടി ഇങ്ങോട്ട്. നിധി, നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, എന്റെ നിധി ഒരു തെറ്റും ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ നിനക്കാവില്ല. എന്തൊക്കെയാ അവരൊക്കെ പറയുന്നത്? ശിവാനിയുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി നീ ഇളനീരിലെ വിഷം കലർത്തി കൊടുത്തുവന്നു. അതിന് തെളിവായിട്ട് കുറെ CCTV ഫുട്ടേജും. എന്തൊക്കെയാ നിധി ഇത്? ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിട്ടാണോ? അറിയ നിധി, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? നീ ആ ശിവാനിക്ക് മയക്കുമരുന്ന് കൊടുത്തോ? എന്താ നീ ഒന്നും പറയാത്തത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായി. ശിവാനിക്ക് ഞാൻ മയക്കുമരുന്ന് കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാ. എന്തൊക്കെയാ നീ പറയുന്നത്? മയക്കുമരുന്ന് നീ കൊടുത്തുന്നോ? എന്ന് വെച്ചാ അവളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നീ നോക്കിയെന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ കുഞ്ഞുങ്ങളെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല ഗൗതം. പിന്നെ എന്തിനാ നീ മയക്കുമരുന്ന് കൊടുത്തത്? എന്തിനാ? അവളുടെ വ്യാജ ഗർഭത്തിന്റെ സത്യാവസ്ഥ ഒന്ന് തെളിയിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മയക്കി കിടത്തി ആശുപത്രിയിൽ എത്തിച്ച് ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ മയക്കുമരുന്ന് കൊടുത്തത്. പക്ഷെ അവൾ എന്റെ ഉദ്ദേശം മനസ്സിലാക്കി രക്ഷപ്പെട്ടു കളഞ്ഞു. ഞാൻ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ അവളിപ്പോ ഈ കള്ളക്കേസൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാ നിധി ഇത്? ഞാൻ അറിയാതെ നീ ഇതെന്തൊക്കെയാ ചെയ്തു കളഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം നിനക്ക് എന്നോട് പറയണമെന്ന് തോന്നിയില്ലേ? ഈശ്വര, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഗൗതമിനോട് സത്യം പറഞ്ഞ ഗൗതം എന്നെ അതിനെ അനുവദിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ആ ശിവാനി അവള് ഗൗതമിന്റെ സ്വപ്നങ്ങൾ മുഴുവനും തകർക്കാൻ നോക്കിയില്ലേ? ഇനി നമ്മൾ പോകുന്ന വഴികളിലെല്ലാം അവളെ CKCയുമായി കൂട്ടുപിടിച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കും. അവളെ ഒന്ന് ഒതുക്കണമെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി? അനുഭവിക്കുന്ന നീയല്ലേ, അവളല്ലല്ലോ. പുറത്ത് കിടന്ന് വിഷമിക്കുന്നതോ ഞാനും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സന്തോഷിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ സമയത്ത് നീ ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് ചെന്ന് ചാടി കൊടുത്തല്ലോ. നിന്റെ പേരിൽ എന്തൊക്കെ ഒഫൻസുകളെ ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ആ ACP മഹേഷ് സാർ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ചു. എനിക്ക് ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല. എന്റെ വാശി തീർക്കാനോ എനിക്ക് ജയിക്കാനോ വേണ്ടിയല്ല ഗൗതം. നോക്ക്, ശിവാനി തകർക്കാൻ നോക്കുന്നത് എന്റെ ഗൗതമിനെയാ, ഈശ്വരമംഗലത്തിനെയാ, നമ്മുടെ പ്രണവിനെയാ.
മരണത്തിൽ നിന്ന് ഒരു രക്ഷയെന്ന് പറയുന്നത് അവളുടെ കള്ളം തെളിയിക്കുന്നത് മാത്രമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അറിയാം ഗൗതം, എന്റെ തെറ്റ. ഗൗതമിനോട് പറയാതിരുന്നത് എന്റെ മണ്ടത്തരം തന്നെയാ. സത്യം പറഞ്ഞ നീ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയില് ഞാന്. മഹേഷ് സാറ് പറഞ്ഞൊരു വക്കീലിനെ കാണാൻ പോവാ ഞാൻ. അത് മാത്രമാണ് നീ ഏക പ്രതീക്ഷ. മതി വാ വന്നേ.